തുപ്പല്, തന്തയ്ക്ക് അത് ജാസ്മിൻ ഉണ്ടെങ്കിൽ തുപ്പലും മൂക്കളയൊക്കെ സ്ഥിരമുള്ള സാധനമാണ്. അത് കേട്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവനൊക്കെ ആരടാ ഇവൻ, ആ ഒരു സാധനം ഉണ്ടല്ലോ. അതിന് ആ ഒരു റിയാക്ഷൻ എനിക്ക് വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോ വന്നു പോയി എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. എല്ലാരും ഇപ്പൊ ഈ പറയുന്ന വന്നേക്കുന്ന ആൾക്കാരെല്ലാരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പുറത്തുനിന്നുള്ള ആ ഒരു ലൈഫും സാധനം എല്ലാം മാറി ഈ വീട്ടിനകത്ത് കൂട്ടിയിട്ട് 30 സെക്കൻഡ്സും ലോങ് ഫോർമാറ്റ് വീഡിയോ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് പോലെ അല്ല ബിഗ് ബോസിൽ വന്നാൽ എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ കയ്യിൽ നിന്നെല്ലാം പൊക്കോണ്ടിരിക്കുന്നത്. ഹലോ നമസ്കാരം, ആൻഡപ്പൻ ടോക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഒരു വലിയ റിക്വസ്റ്റാണ്, നമ്മുടെ പുതിയ ചാനലാണ്, സോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോയിലും എൻ്റെ കൂടെ കോ പാർട്ട്ണറായിട്ട് വരുന്നത് എൻ്റെ വൈഫ്, എൻ്റെ പാർട്ട്ണറായിട്ടുള്ള ഷിയോൺ തന്നെയാണ്. ബട്ട് ദിസ് ടൈം നമ്മൾ ബിഗ് ബോസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ എൻ്റെയർ കഴിഞ്ഞ വീക്കിനെ പറ്റിയും വൈൽഡ് കാർഡുകൾ വന്നാൽ എന്തൊക്കെയായിരിക്കും, ജാൻമുണിയുടെ ശാപങ്ങൾ, പിന്നെ ഗബ്രി ജിൻഡോ തന്തയ്ക്ക് വിളി വിത്ത് ജാസ്മിൻ കോംബോ, നൂറ ജാസ്മിൻ വിഷയങ്ങൾ, അങ്ങനെ ഈ ആഴ്ചയിൽ നടന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങളെ പറ്റിയിട്ടുള്ള നമ്മുടെ അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇതിൽ നമ്മൾ ഡിസ്ക്ലെയിമർ ഒന്നും വെക്കുന്നില്ല, ഇതൊക്കെ ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഒപ്പീനിയൻ പറയാനുള്ള റൈറ്റ്സ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആരെയും ഹേർട്ട് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സത്യമായതുകൊണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളതിനെ വലിയ കാര്യമായിട്ടൊന്നും എടുക്കണ്ട. എന്തായാലും വീഡിയോ കണ്ടു നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയ ചാനലാണ്, സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുക. വെൽക്കം ടു ആൻഡപ്പൻ ടോക്കീസ് പോഡ്കാസ്റ്റ്. ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ് പോഡ്കാസ്റ്റ്. അപ്പോൾ ഇപ്രാവശ്യം മുതൽ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസ് കഴിയുന്നത് വരേക്കും വീക്ക്ലി 1 എപ്പിസോഡ് അബൌട്ട് ആ എൻ്റയർ വീക്കിനെ പറ്റിയിട്ടും പിന്നെ നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ പറ്റിയിട്ടും ചെറിയൊരു റിവ്യൂ ചെയ്യാം എന്നുള്ളതാണ് വിചാരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ. കഴിഞ്ഞ ദിവസം നീ എന്തോ ഡയലോഗ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ബിഗ് ബോസിലെ ആൾക്കാരെ പറ്റി ആർക്കറിയാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്റെ അടുത്ത് കിടന്ന് കുറെ ഡയലോഗ് അടിച്ചു. അത് കഴിഞ്ഞ ദിവസം ആ സെറ്റിൽ ഇരുന്നുണ്ട് ഇവരെയൊക്കെ ആർക്കറിയാവുന്ന. അല്ല, അങ്ങനെയല്ല, ഞാൻ അതല്ല പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഇവരുടെ അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഷോ ഉണ്ടല്ലോ, ചില ഡയലോഗ്സ് ഉണ്ടല്ലോ, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സാധനമൊക്കെ പറയും, എസ്പെഷ്യലി ഗബ്രിയുടെ ഒക്കെ സാധനം. അത് കേട്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവനൊക്കെ ആരടാ ഇവൻ, ആ ഒരു സാധനം ഉണ്ടല്ലോ. അതിന് ആ ഒരു റിയാക്ഷൻ എനിക്ക് വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോ വന്നു പോയി എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. ഓക്കെ, സോ ദിസ് വീക്ക് എന്തായാലും ഈ വീക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും. ഇന്നിപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ബിഗ് ബോസിൽ എന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഒരുപാട് എന്താ പറയുക വൈൽഡ് കാർഡ് എൻട്രീസ് ഒക്കെ ഉണ്ടെന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. നമുക്കതിനെപ്പറ്റി എന്താ പറയുക, ഇതാണ് സത്യം എന്ന് പറയാനായിട്ട് നമുക്ക് സോഴ്സസ് ഒന്നുമില്ല. പക്ഷെ എന്നാലും എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ കേൾക്കുന്നു. ഓൾമോസ്റ്റ് 6 വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഒരിക്കും അല്ല, കാര്യം എന്താണെന്നറിയോ, അതെ ബിഗ് ബോസ് സീസൺ 6 പാർട്ട് 2 എന്നുള്ളത് പോലെ ആയിരിക്കും. എന്റെ കോലം കണ്ടോ? അല്ല, ഞാൻ ആക്ച്വലി ബിഗ് ബോസിന്റെ റിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറച്ച് ഓവറാക്കിയത്. കുറച്ചല്ല, വളരെയധികം ഓവറാക്കിയിട്ടുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ ഒന്ന് മാറ്റി പിടിക്കാം. അതെ, ഒന്ന് മാറ്റി പിടിക്കാന്നും പറഞ്ഞിട്ട് കുറെ എണ്ണം അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഭയങ്കര സംഭവമൊക്കെ പുറത്ത് കാണിച്ചിട്ട് ഓവർ ഷോകളൊക്കെ കാണിച്ചിട്ട് നടക്കും. പക്ഷെ ശരിക്കുള്ളത് ഇങ്ങനെയായിരിക്കും. എന്താ ഉദ്ദേശിച്ചത്? പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്കേ ഭയങ്കര ലുക്കും സംഭവമൊക്കെ, പക്ഷെ അകത്ത് കയറി കഴിഞ്ഞപ്പോതാ പണ്ട് നമ്മൾ ന്യൂസ് ചാനൽ സാധനമൊക്കെ കാണില്ലേ, കോട്ട് സൂട്ടും ഒക്കെ ഇട്ടിട്ട് ടൈയൊക്കെ ഇട്ട് ന്യൂസ് വായിക്കാണ്ടിരിക്കുക, എഴുന്നേറ്റ് മുമ്പ് താഴെ ലുങ്കി എടുത്തോണ്ട്. അല്ല, നിന്റെ ഫ്രെയിം എന്തായാലും സെറ്റ് ചെയ്തേക്കുന്നത് ഇതും കൂടെ കാണുന്ന പോലെ, അതുകൊണ്ട് അത് പേടിക്കണ്ട. ഓക്കെ, അപ്പോൾ ഈ വീക്കിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ്? എല്ലാ വീക്കിനും പോലെ വളരെ നല്ല അഭിപ്രായമാണ്. അല്ല, കുറച്ചും കൂടെ സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുള്ള വീക്കാണ്. തുപ്പല്, തന്തയ്ക്ക് വിളി, ജാസ്മിൻ ഉണ്ടെങ്കിൽ തുപ്പലും മൂക്കളയൊക്കെ സ്ഥിരമുള്ള സാധനമാണ്. പക്ഷെ ഇത്തവണ ഈ വീക്ക് തന്തയ്ക്ക് വിളി, പ്രാക്ക് തന്തയ്ക്ക് വിളി ലൈക്ക് കഴിഞ്ഞ വീക്കിലുണ്ടായിരുന്നു, ഈ വീക്കിലും ഈ വീക്കിലെ ഫസ്റ്റ് ടാസ്ക് വെച്ചിട്ടാണ് സാരി ടാസ്ക്, സാരിയല്ല തുണി കഴുകുന്ന ടാസ്ക് വെച്ചിട്ടാണ് ഈ സാധനം അങ്ങ് തുണി കഴുകുന്ന ടാസ്ക് ആണ്. അതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, ഒന്നാമത് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പോലും ചെറ്റ എന്ന് പറയുന്നൊരു വാക്ക് യൂസ് ചെയ്തപ്പോൾ അത് റോങ് ആണെന്ന് പറയുന്നതാണ്. പൊതുവേ ചെറ്റ എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല, അതിന് മലയാളിയാണ് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അറിയാം. പക്ഷേ
അറിഞ്ഞോ അറിയാതെ നമ്മളൊക്കെ കുറച്ച് ലോക്കൽ ആയതുകൊണ്ടും നമ്മൾ എന്താ പറയുക ലോക്കലി നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അറിയാതെ എന്ത് ചെറ്റത്തരമാടാ കാണിക്കുന്നത് അങ്ങനെയൊക്കെ പറയുമല്ലോ. അതറിയാതെ അങ്ങനെ പറഞ്ഞു പോകുന്നതായിരിക്കാം. പക്ഷെ എന്നാലും അതൊന്നും ഒരു ന്യായീകരണമല്ല. ഗബ്രിയെ പോലെ ഈ പറയുന്ന പോലെ പുള്ളി പറയുന്നത് ആക്ടർ, സിനിമ നടനും ആക്ടറും ആയിട്ടുള്ള ഒരാളാണ്. സോ അപ്പോൾ പുള്ളിയുടെ സൈഡിൽ നിന്നൊന്നും ഒരിക്കലും വരാൻ പാടില്ലാത്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ചെറ്റാന്നുള്ള പ്രയോഗം. ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ജിൻഡോ ചെയ്തതൊട്ടും ശരിയാണെന്നുള്ളതല്ല. ജിൻഡോ അപ്പോഴേക്കും എന്നാ പിന്നെ നിന്റെ വീട്ടിലിരിക്കണ അപ്പനെ പോയി വിളിക്കടാ എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് എന്താണെന്നറിയോ, ഈ ഇവരുടെ തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടല്ലോ, എസ്പെഷ്യലി ഗബ്രി ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ ഫൈറ്റിലും ഈ ഒട്ടും മെച്ചോർഡ് അല്ലാത്ത കുട്ടികൾ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ ബോഡി ഷേമിങ്, സെക്ഷൽ ഫ്രസ്ട്രേഷൻ, whatever it is, ആൻഡ് വിക്ടിം കാർഡ് പറയുന്നുണ്ട് ഗബ്രി. ഒരുമാതിരി 5-6 വയസ്സുള്ള പിള്ളേര് ചേട്ടനും എന്നെ തല്ലുവിടുമ്പോഴത്തേക്ക് അവൻ എന്നെ അടിച്ചു, അവൻ എന്നെ പിടിച്ചു എന്നും പറഞ്ഞു വരുന്ന പോലെ, എന്നെ മാന്തി പിച്ചി എന്നൊക്കെ പറയുന്ന പോലെയാണ്. അയാളുടെ തൊടല് ശരിയല്ല. പക്ഷെ അല്ല അതില് അത് ഞാനിപ്പോഴും പറയാം, ഗബ്രിക്ക് ഈ പറയുന്നത് പോലെ തന്നെ ജിൻഡോയുടെ തൊടലുകൾ, ടച്ചസ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് പറയുക. പക്ഷെ അതിന് ഈ മറ്റേ വിക്ടിം കാർഡ് ഇറക്കേണ്ട സീൻസ് ഒന്നും ഞാൻ ലൈവിലിരുന്ന് കണ്ടപ്പോഴൊന്നും കണ്ടിട്ടില്ല. വിക്ടിം കാർഡ് എന്നുള്ളതല്ല, ഇതൊരുമാതിരി ഭയങ്കര ചീപ്പായിട്ടുണ്ട്. വിക്ടിം കാർഡ് ഇസ് ലൈക്ക് ഓക്കെ ബാക്കിയുള്ളവരുടെ ഇത് പറയാനായിട്ട്, പക്ഷെ ഹി ഈസ് കീപ്പിംഗ് ഓൺ ടെല്ലിങ്. അത് ഇറിറ്റേറ്റിംഗ് ആണ്. അത് ബിഗ് ബോസിന്റെ ഒരു ടൈപ്പ് ഓഫ് ടാക്ടിക്സ് ആണ്. ബിഗ് ബോസിൽ ആര് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് വേറെ പോയിന്റ്സ് ഒന്നുമില്ല. സോ അപ്പോൾ കയ്യിൽ കിട്ടുന്നത് എന്തോ അതിനെ ഇട്ട് ചുറിഞ്ഞു പോകാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ റാൻഡം ആയിട്ട് ഇങ്ങനെ ഭയങ്കര വൈഡായിട്ട് സംസാരിക്കാതെ കാര്യങ്ങളിലേക്ക് പോകാം. അത് കഴിഞ്ഞ് ജാൻമണിയുടെ പ്രാക്ക്, അതാണ് ഈ ആഴ്ചയിൽ എനിക്ക് ഏറ്റവും, ഈ ആഴ്ച മാത്രമല്ല, ഞാൻ ജാൻമോണിയുടെ ഇത് മുമ്പ് കണ്ടപ്പോൾ ജാൻമണി എന്നാണ്. ആ ശരി, ഓക്കെ. അപ്പോൾ ലിയോ ദാസ് എന്നൊക്കെ പറയണ പോലെയാണ്. ഐ എം ജോൺ മോണി ദാസ്, ബിസിനസ് ക്ലാസ്. ഫസ്റ്റ് തിങ്, എനിക്ക് ആദ്യത്തെ സമയത്ത് എനിക്ക് പുള്ളിക്കാരി ഇഷ്ടമായിരുന്നു. ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്താ ഈ പറയുന്ന മലയാളം കേൾക്കുമ്പോഴത്തേക്ക് മനുഷ്യൻ ചിരിച്ചിരിച്ച് ചാവും. മലയാളം ആണോ എന്ന് പോലും മനസ്സിലാവും. ചിരിയല്ല, ഞാൻ കുറച്ചു നേരം ഇരുന്ന് ആലോചിക്കും ഇവരെന്താണ് ഈ പറയുന്നത്. കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല, ഡീകോഡ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. കാരണം നണേക്ക് നൊണ്ണേണ് എണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയും. ഞാൻ പിന്നെ വിചാരിക്കും ഇവർക്ക്, എനിക്ക് തോന്നുന്നു കന്നഡയും ഏതൊക്കെയോ ഭാഷ മിക്സായി കിടക്കുന്നതിന്റെ വലിയ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അവിടെ എനിക്ക് പൊതുവേ പുള്ളിക്കാരി പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ല. ബിഗ് ബോസിന് പോലും മനസ്സിലായിട്ടില്ല. ബിഗ് ബോസും കൃത്യമായി പറയൂ, ക്ലിയർ ആയി പറയുന്നൊക്കെ ഇടക്കിടക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതല്ല, പുള്ളിക്കാരി ഇരുന്നുകൊണ്ട് പ്രാകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ടു മച്ച്. ഒരു മര്യാദ വേണ്ടി. അല്ല, അതിനൊക്കെ മതമാണ് ഒരു പ്രശ്നം. ഈ മതപരമായിട്ടുള്ള ചിന്തയിലാണല്ലോ ഈ ശാപം എല്ലാം കിടക്കുന്നത്. പിന്നെ അത് പൊതുവെ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് തോന്നുന്നുണ്ട്, ഈ പുറത്തിരിക്കുന്ന ഇത്രയും പേർക്ക് തോന്നുന്നുണ്ട് പ്രാകുന്നത് തെറ്റാണെന്ന്. ആൻഡ് നിനക്കറിയാം, എനിക്ക് തോന്നി ഈ കഴിഞ്ഞ ആഴ്ചയിൽ ജാൻമോണി ഇത്രയും സീനുകൾ ഉണ്ടാക്കിയിട്ട് ആകെ ആ പ്രാക്കിന് കുറ്റം പറഞ്ഞത് ഒരൊറ്റ ആൾ മാത്രമാണ്. എന്ന് വെച്ചാൽ ഭയങ്കര എവിഡൻ്റ് ആയിട്ട് അതിന് എഗൻസ്റ്റ് ആയിട്ട് നിന്നത് എനിക്ക് തോന്നുന്നു ശ്രീരേഖ മാത്രമാണ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്. ജിൻഡോയും ജാസ്മിനും പറയുന്നത് തെറ്റാണ് എന്നുള്ളത് പോലെ തന്നെ ഈ പറയുന്ന ചില വാക്കുകളുണ്ട്, ബിസിനസ് ക്ലാസ് എന്നുള്ളതും പ്രാക്കും എന്ന് എടുത്ത് പറഞ്ഞ് ശ്രീരേഖ അവിടെ ഒരു പോയിന്റ് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അത്ര അങ്ങോട്ട് വിസിബിൾ ആയില്ല പുള്ളിക്കാരി പറയാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ശ്രീരേഖ ആ കാര്യത്തിൽ എവിഡൻ്റ് ആയിട്ട് പറഞ്ഞു. ആൻഡ് ഐ ഡോണ്ട് എവർ സ്റ്റാൻഡ് വിത്ത് ദാറ്റ്. ഓക്കെ, കാര്യം പോടാ ശപിക്ക്. പണ്ട് ടീച്ചർമാരെയൊക്കെ നമ്മൾ വെറുപ്പിച്ച് കഴിയുമ്പോൾ അവരിങ്ങനെ വിഷമിച്ചിട്ട് പറയുമല്ലോ, ഞാൻ ശപിക്കുന്നില്ല പക്ഷെ ഞാൻ മനസ്സറിഞ്ഞൊന്ന് ശപിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയും. അന്നൊക്കെ ശാപം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നൊന്നും ഞാൻ ജീവിച്ചിരിക്കില്ല, അത് വേറെ വിഷയം. എന്നാലും ഒന്ന്, എനിക്കതിൽ വിശ്വാസമില്ല. രണ്ട് ഞാൻ പറയണത് എന്താ പറയുക, രണ്ട് ഇതുപോലത്തെ ഒരു ഷോയിൽ വന്നിട്ട് ഈ മാതിരി ശാപ പരിപാടി കാണിക്കണത് ഈ ഷോയ്ക്ക് തന്നെ ഒരു ശാപമാണ്. ഭയങ്കര ചീപ്പാണ്. ഒട്ടും ഒരു നിലവാരം ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ആദ്യം തൊട്ടേ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്നെ അത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വയൽക്കാട് വരുമ്പോഴത്തേക്ക് വയൽക്കാട് ഇതിനെയൊക്കെ തൂക്കിയെടുത്ത് തറയിലെടുത്ത് കഴിഞ്ഞാൽ വയൽക്കാട് ഇത് കാണാനുള്ള വഴിയില്ല. ഇന്നലത്തെ എപ്പിസോഡല്ലേ, അല്ല ഈ ആഴ്ചത്തെ അല്ലേ. അപ്പം മേ ബി അവർക്ക് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടു കാണാതിരിക്കും. പക്ഷെ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനൊന്നും പറ്റില്ല. പുറത്തൊന്നും കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള സീനുകളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അങ്ങനെ കുറേ സീൻസ് ഉണ്ട്. വയൽക്കാട് വരുമ്പോൾ കളി മാറും. ഇപ്പം ഈ നേരത്തെ നമ്മളെല്ലാവരും പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഇതൊരു ബിഗ് ബോസ് സീസൺ 6 പാർട്ട് 2 പോലത്തെ ഒരു, അല്ലെങ്കിൽ ഒരു ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ടുള്ള ഒരു പഞ്ച് സ്റ്റാർട്ട് പോലെ, അല്ലെങ്കിൽ വണ്ടി ഓഫായി പോയ വണ്ടി കിക്കറടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫീലായിരിക്കും. ആൻഡ് പിന്നെ എനിക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോറയുടെയും ജാസ്മിൻ്റെയും ഫൈറ്റ് റിവീൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ. അതിപ്പോഴും എന്താ പറയുക, ഈ ആഴ്ച മോഹൻലാൽ അത് എടുത്തിട്ട് സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ
പക്ഷേ ഇല്ല, സംസാരിക്കില്ല. ബിക്കോസ് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. നിനക്കറിയോ, ജിൻഡോയ്ക്കും ശരണ്യയ്ക്കും അറിയാം, അവർ മുമ്പേ പരിചയക്കാരാ. പക്ഷേ ഈ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം ഇവർ കാണിക്കുന്നുണ്ടോ? ജിൻഡോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവരെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെ? ജാൻമണിയെ മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് അതിൻ്റെ ഇടയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കെന്തോ ഈ സീസണിൽ ഭയങ്കര സ്ക്രിപ്റ്റഡ് ആണോ എന്നുള്ളൊരു ഫീല് ഭയങ്കര അടിക്കുന്നുണ്ട്. ഇത് സ്ക്രിപ്റ്റഡ് ഒന്നും അല്ലടേ, ഒന്ന് പോടേ, ഇതൊക്കെ എങ്ങനെയാണ് സ്ക്രിപ്റ്റ് ചെയ്തത്? അല്ല, അങ്ങനെ നീ വിചാരിക്കുന്ന പോലെ ഓരോ ഡയലോഗ് എഴുതി കൊടുക്കലല്ല, അങ്ങനെ ഒരിക്കലും പറ്റില്ല. പകരം ഒരു മുമ്പേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഇങ്ങനെ സംഭവങ്ങൾ പോകണം, പിന്നെ എല്ലാം ഓൺ സ്പോട്ടാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാല് അതൊന്നും എനിക്കറിയില്ല. ജാൻമണിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല, ജാൻമണിയും ജിൻഡോയും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നതിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല. ബിക്കോസ് ജിൻഡോ ഒരു സെലിബ്രിറ്റി ട്രെയിനറാണ് ആൻഡ് ജാൻമണി ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. രണ്ടുപേരും കഴിഞ്ഞ ദിവസത്തെ മറ്റേ ഡാസ്ലറിന്റെ ഒരു ഷോ പോലെ ഒരു സംഭവം ചെയ്തല്ലോ, അതിലെ മാനറസത്തിൽ തന്നെ അറിയാനുണ്ട് അവർ ഈ സംഭവത്തിൽ എക്സ്പീരിയൻസ്ഡ് ആണ്. ആൻഡ് ഇതേപോലത്തെ ഷോകളിൽ ഇഷ്ടം പോലെ തവണ അവർ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ അല്ല, ഞാൻ പറഞ്ഞത് ഇല്ല, ഇനിയിപ്പുള്ള കാലത്ത് ഇപ്പൊ ഈ യൂട്യൂബേഴ്സ് ഒക്കെ കൂടുതൽ വരുന്ന ഷോ ആവുന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ അറിയുമായിരിക്കും. പക്ഷെ അത് ഗെയിമിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ഇപ്പം ജിൻഡോ പോയിട്ട് ഈ ആഴ്ചയിൽ തന്നെ പറയുന്നൊരു സീനുണ്ട്. അതായത് 5 പേര്, അർജുൻ, റസ്മിൻ, നോറ, ജാസ്മിൻ, ഗബ്രി, ഇവരെല്ലാവരും പുറത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്. എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ അതിൻ്റെ പ്ലാനിലേക്ക് കയറിയില്ല. ബിക്കോസ് എനിക്ക് ഒറ്റയ്ക്ക് കളിച്ച് ജയിക്കണം എന്നാണ് താല്പര്യം. അപ്പം ഞാൻ കളിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം, ബിഗ് ബോസ് ബിഗ് സല്യൂട്ട് എന്നൊക്കെ പറഞ്ഞൊരു സല്യൂട്ടൊക്കെ കൊടുത്തിട്ടാണ് പുള്ളി പോയത്. അപ്പം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഷോയുടെ ഒരു ക്വാളിറ്റി പോയി തുടങ്ങി. കാരണം ഇതൊക്കെയാണ് ഈ ആഴ്ചത്തെ ഒരു പൊലിപ്പ് സംഭവങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എനിക്ക് തോന്നി യമുന പോയിന്റ് ഔട്ട് ചെയ്ത ചില കാര്യങ്ങളൊക്കെ ഭയങ്കര നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നു, സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് അതിന് പല ചാനൽസിലും ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ പല രീതിയിലും ആക്കുന്നുണ്ടായിരുന്നു. ശരിയാണ്, സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന വാക്ക് അവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ജിൻഡോയുടെ അവിടുത്തെ പെരുമാറ്റങ്ങളെ നമുക്ക് സെക്ഷൽ ഫ്രസ്ട്രേഷൻ കാണിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റില്ല. അല്ല, അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അങ്ങനെ ഒരു വാക്ക് തന്നെ യൂസ് ചെയ്യണം. പക്ഷെ അങ്ങനെ നമുക്ക് ലൈവിൽ കണ്ടില്ല. പിന്നെ അവർക്ക് അവിടെയുള്ള അനുഭവം. എന്നാലും പിന്നൊരു കാര്യം പറയുന്നുണ്ട്, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഇവർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയിട്ടാണ് വന്നത്. സോ അപ്പോൾ ജിൻഡോയ്ക്ക് ഇത് പുറമേ കുറേ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കേസുകളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഇതൊക്കെ എവിടേക്ക് കണക്റ്റഡ് ആണോ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും പറയാം. ജിൻഡോ പേഴ്സണൽ ട്രെയിനർ അല്ലേ, ട്രെയിനേഴ്സിന്റെ മുകളിൽ എപ്പോഴും എല്ലാ സമയത്തും വരുന്നൊരു അലിഗേഷൻ തന്നെയാണ് ഈ പറയുന്ന സെക്ഷൽ ഫ്രസ്ട്രേഷൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബാഡ് ടച്ച് എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ ട്രെയിനേഴ്സിന്റെ മുകളിൽ എല്ലാ കാലത്തും അവർക്ക് ഒരു ശാപമായിട്ട് തന്നെ നിൽക്കുന്ന സാധനമാണ്. അറിയില്ല. രണ്ട്, ജിൻഡോ മറ്റേ എന്ത് വായിൽ വന്നു കഴിഞ്ഞാലും വിളിച്ചു പറയുന്ന ഒരു ടൈപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയത് എങ്ങനെ അറിയാം, നമ്മളതിനെ വേറൊരു രീതി പറയാം. എല്ലാവരും ഹൗസിലുള്ള എല്ലാവരും മണ്ടൻ എന്നൊക്കെ വിളിച്ച് പറയുന്നത്, എനിക്ക് അതിനോട് യോജിപ്പില്ല. അതൊരുമാതിരി നമ്മളൊരാളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അതിന് ലാലേട്ടനും കൂട്ടുനിന്നു, ബിഗ് ഷോയും കൂട്ടുനിന്നു, ഒരു ടൈറ്റിലൊക്കെ എടുത്ത് കൊടുക്കുകയും ചെയ്തു. അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. മണ്ടൻ ടൈറ്റിലൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ പുള്ളി ഒരു ശുദ്ധൻ എന്ന് പറയില്ലേ, നമ്മൾ പറയില്ലേ, ശുദ്ധനായി എന്തൊക്കെയോ കാട്ടിക്കൂട്ടാൻ ശ്രമിക്കുന്നു എന്നാൽ പുള്ളിക്ക് അതിന് മാത്രമുള്ള കാട്ടിക്കൂട്ടൽ ആ ഒരു ക്യാരക്ടറിന്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോ ഗബ്രിയെ കണ്ടപ്പോഴത്തേക്ക് നിനക്ക് പെണ്ണിന്റെ ശരീരമാണെന്ന് പറഞ്ഞു പോയത്. പക്ഷെ അതൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ പോകണം. അത് മുന്നത്തെ ആഴ്ചയിലുണ്ടായിരുന്നു. രണ്ട് ഫ്രണ്ട്സ് ആയിട്ട് കാണുന്ന ഒരാള് അങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ല ക്ലോസ് ആയിട്ട് ഗബ്രി വന്ന് നിന്ന് അവിടെ ബോഡി ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണല്ലോ ജിൻഡോ അവകാശപ്പെടുന്നത്. അവൻ തന്നെ വന്ന് നിന്നാണെന്നാണ് പറയുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പാസ് ചെയ്യുന്നതിൽ എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയില്ല. അത് കഴിഞ്ഞിട്ട് രശ്മിൻ എന്താ ചെയ്തത്? അല്ല, അത് ഒരു കാര്യം ഞാൻ പറയട്ടെ, അത് അവരുടെ ഇടയിൽ നിന്നത് ഓക്കെ. അത് കഴിഞ്ഞ് പിന്നീട് പുറത്ത് കൊണ്ടുവന്ന് ഇടാൻ പാടില്ലായിരുന്നു. അത് മാത്രമേ ഉള്ളൂ. അവർ തമ്മിലുള്ള ടൈമിന്റെ ഇടയിൽ മേ ബി നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ പല കാര്യങ്ങളും പറയും, അത് പുറത്തു കൊണ്ടൊന്നും ഇടാൻ പാടില്ലായിരുന്നു. പിന്നെ അതൊരു വലിയ പോയിന്റാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിക്ക് ഈ പറയുന്ന പോലെ പുള്ളിയെ ഇങ്ങനെ കളിയാക്കിയതൊന്നും ഇഷ്ടമായില്ല. പക്ഷേ എന്നിട്ട് റസ്മിനും അർജുനും കൂടെ ഗബ്രിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നൊരു ടാസ്ക് ഞാൻ ഇപ്പോഴും പണ്ട് മുതലേ ഞാൻ ഇതിനോട് അഗൻസ്റ്റാണ്. ഞാൻ ഇന്നലെ ഇതേ പോയിന്റ് പറഞ്ഞു. കാരണം നമ്മൾ പണിഷ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പണിഷ്മെൻ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു ലൈബ്രറി പോയിരിക്കാൻ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, ദൈവം ഇത് എന്ത് മണ്ടത്തരമാണ് ഈ ടീച്ചർമാർ ചെയ്യുന്നത്. ഒരു ലൈബ്രറി എന്ന് പറയുന്ന ഒരു സാധനം ഒരു സ്റ്റുഡൻറ്റിന് പണിഷ്മെൻ്റ് ആയിട്ട് പോയിരിക്കേണ്ട സ്ഥലമാണോ? എനിക്ക് അതിൻ്റെ ലോജിക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല.
എൻ്റെ ടീച്ചർമാർ എന്നെ ഒരു കാരണവശാലും ക്ലാസ്സിൽ നിന്ന് ഇറക്കുമോ ഇങ്ങോട്ടേലും മാറിയിരിക്കും പേടിച്ചിട്ടാണ് നിന്നെ. അല്ല അപ്പം ഞാൻ പറഞ്ഞു വന്നെന്തറിയോ എൻ്റെ പോയിന്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പണിഷ്മെന്റ് കൊടുക്കുന്ന ഒരു തെറ്റാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് അവിടെ ഒരു ഫൺ പണിഷ്മെന്റ് ആണെങ്കിൽ പോലും അതിലെ ഫൺ എലമെന്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ബീങ് എ ഗേൾ ഫൺ ആണോ? അല്ല ലൈബ്രറി പോയിരിക്കാൻ പറയും. അല്ലടാ ഇവിടെ ഗബ്രിയുടെ കാര്യം to be a girl is not a fun thing. Okay. To be a girl is not a fun thing. അങ്ങനല്ല, ഇങ്ങനൊരു ഒരു ആക്ട് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ സാധനം കൊടുക്കുക, പെണ്ണായിട്ട് നീ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടോ, അതിപ്പോൾ ഏതെങ്കിലും സ്പെസിഫിക് ക്യാരക്ടറിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറയുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പം. ഇതല്ല, പെണ്ണായി വന്ന് നടക്കുന്നതാണ് നിന്റെ പണിഷ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പെണ്ണായിട്ടിരിക്കുന്നതിന് എന്തോ വലിയ തെറ്റാണെന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജും പോകുന്നുണ്ട്. ക്രിയേറ്റീവ് പണിഷ്മെന്റ്സ് മോഹൻലാൽ കൊടുക്കണമെന്ന് പറഞ്ഞെന്നുണ്ടെങ്കിലും ദാറ്റ് വാസ് നോട്ട് ക്രിയേറ്റീവ് ഐ ഗെസ്. ചിലർക്ക് ക്രിയേറ്റീവും ചിലർക്ക് ക്രിയേറ്റിവിറ്റി ഇല്ലായ്മയും. ആൻഡ് വൺ തിങ്, രശ്മിനെ ആദ്യം ചവിട്ടി പുറത്താക്കണം. ഭയങ്കര ഷോ ആണ്. ഭയങ്കര ഷോ മീൻസ് ലൈക്ക് who on earth thinks that she is like she's having support from outside? അല്ല ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും, നമ്മളത് പറയാൻ ആളല്ല. പക്ഷെ എന്നാലും ഞാൻ അത് ഓക്കേടാ, ഞാൻ പറയട്ടെ, അതൊന്നും അതുകൊണ്ട് മാത്രം അവർക്ക് സപ്പോർട്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ പെർസ്പെക്റ്റീവിൽ പുള്ളിക്കാരി ഭയങ്കര ഓവറാണ്. ആൻഡ് എസ്പെഷ്യലി ആ മറ്റേ നാടിനെ പറ്റി പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന സാധനമല്ല. പക്ഷെ ആ പറഞ്ഞത് ശരിയാണെന്ന് കാണിക്കുന്ന രീതിയിലാണ് അവർ ആ കാട്ടിക്കൂട്ടിയത് മുഴുവനും. അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്ന് മാറ്റിലേക്ക് എറിയുക, ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മാറ്റ് നശിപ്പിക്കുന്നത് ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണല്ലോ. അപ്പം എനിക്കെന്തോ അതിനോടൊന്നും യോജിക്കും. പിന്നെ പുള്ളിക്കാരിക്ക് വലിയൊരു ആറ്റിറ്റ്യൂഡ് പ്രശ്നമുണ്ട്. ലൈക്ക് ഞാനെന്തോ വലിയ തേങ്ങയാണെന്നുള്ളൊരു ചിന്ത ഭയങ്കരമായിട്ട് റസ്മിനുണ്ട്. അപ്സര കള്ളിയാണ് കേട്ടോ, ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു പ്ലെയറാണ് അപ്സര. നൈസായിട്ട് ഇടയിൽ കൂടെ കയറി വന്ന് പണി കൊടുക്കാനായിട്ട് നല്ല കഴിവുള്ള ഒരു പ്ലെയറാണ് അപ്സര. ആൻഡ് ഇതിൽ എനിക്ക് ഭയങ്കര ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഋഷിയെ മാത്രമാണ്. പാവം. ഇന്നലെയാണെങ്കിലും അർജുനോട് പറഞ്ഞൊരു ഡയലോഗ്, അത് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ, നല്ല ഫ്രണ്ട്സ് ഉള്ളവരുടെ ഇടയിലൊക്കെ നമുക്കറിയാം. നീ ഒറ്റൊരുത്തം പറഞ്ഞുകൊണ്ടാണ് ഞാനിതെല്ലാം കേൾക്കേണ്ടി വന്നത്. നീ പറഞ്ഞത് കേട്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് കളിച്ച് ജയിച്ചാണ്. അതൊരു വലിയ വാലിഡ് പോയിന്റ് ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഋഷി ജയിക്കേണ്ട കളിയായിരുന്നു എന്ന് വെച്ചാൽ കളിച്ചില്ല. ഋഷി ഈ അർജുൻ്റെ വാക്കായിട്ട് വേറെ ലെവലിലാണ് കളിച്ചത്. അപ്പോൾ പുള്ളിക്കാരനെ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. മേ ബി അത് അങ്ങനൊന്നും ആയിരിക്കില്ല. പക്ഷെ എന്നിട്ട് എന്ത് പറ്റി, ശരണയുടെ വായിലിരിക്കണത് മുഴുവൻ കേൾക്കേണ്ട അവസ്ഥ വന്നു. എന്നിട്ട് ഇതെല്ലാം ഓക്കെ ആയിരുന്നു. അർജുൻ ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ശരണയോട് പറഞ്ഞാൽ മതിയായിരുന്നു, ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് മീ, അതുകൊണ്ട് നിങ്ങൾ തർക്കിക്കണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ അർജുൻ്റെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. പക്ഷെ അർജുൻ അവിടെ എന്താ ചെയ്ത്, അർജുൻ എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ലൊരു പ്ലെയർ ആണെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു അർജുൻ. പിന്നെ ഈ ആഴ്ചയിൽ എനിക്ക് തോന്നുന്നു പുറത്തു പോകാൻ എന്തുകൊണ്ടും യോഗ്യ എന്ന് പറയുന്നത് മേ ബി എൻ്റെ ഒരു ഇതാണ് കേട്ടോ. മേ ബി അതൊന്നുമില്ലെങ്കിൽ ശ്രീരേഖ ആയിരിക്കും. ശ്രീരേഖ വോട്ടിങ്ങിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീരേഖയോ അല്ലെങ്കിൽ യമുനയോ അതല്ലെങ്കിൽ ഗബ്രിയോ, ഇതിൽ 3 പേരിൽ ആരെങ്കിലും ആയിരിക്കും. അല്ലല്ലോ, ഇവർ 3 പേരിൽ ആരെങ്കിലും ആയിരിക്കും ഈ ആഴ്ച പോകുന്നത്. പക്ഷെ ടെക്നിക്കലി സ്പീക്കിംഗ് കഴിഞ്ഞ ആഴ്ചത്തത് കളഞ്ഞതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഡബിൾ എവിക്ഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇല്ല, തിരിച്ച് അതൊന്നും ഒരു വിഷയമല്ല. ഇപ്പം അത് ഈ 6 പേരെ കയറ്റുന്നതിന് വേറൊരു ലക്ഷ്യം കൂടെ ഉണ്ട്. നമ്മുടെ ബഡ്ജറ്റ് കുറച്ചു, വീക്ക്ലി ബഡ്ജറ്റ് കുറച്ചു. എന്നിട്ട് 1000 സംതിങ്ങിന് ഇനി പർച്ചേസിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ. ആൻഡ് ആ ബഡ്ജറ്റിൽ ഇനി 6 പേരും കൂടി ഒരാൾ കുറയും മാത്രമാണെന്നുണ്ടെങ്കിൽ ഹൗസിൽ ഭയങ്കര സീനായിരിക്കും. ഫുഡിനൊക്കെ ഭയങ്കര ഷോക്കായിരിക്കും. അപ്പോൾ ഇന്നലത്തെ ജയിലിലെ അവസ്ഥ തന്നെ നല്ല കിണ്ണം പണിഷ്മെൻറ്റാണ്. എടാ അതിനകത്ത് അരി ആട്ടുകയല്ല, അരി പൊടിക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ. ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും ലൈഫിൽ? ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനത് ഇട്ട് തിരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ തിരിച്ചിട്ടുണ്ടെന്നല്ല, തിരിച്ച് ചെയ്തിട്ടുണ്ട്. ഉപ്പാട് എളുക്കും. അതും അരമണിക്കൂറല്ല, അത്രയും സാധനം. വീട്ടിലുള്ള എല്ലാവർക്കും കൂടെ ഉള്ള അരിപ്പൊടി ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടൻ ടാസ്ക്കായി പോയി. ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു ഗബ്രിയെ വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. പക്ഷെ അതിലേറെയായി പോയത് നോറയും കൂടെയാണ്. അതുമല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കുറച്ചും കൂടെ എവിഡൻ്റ് ആക്കി പറഞ്ഞതാണ്, മക്കളെ ഇനി വരാൻ പോണ ജയിലിൽ കാര്യങ്ങൾ കുറച്ച് ടഫായിരിക്കും, അതുകൊണ്ട് നിങ്ങളതൊക്കെ നോക്കി കണ്ടും ബാ എന്നുള്ളതാണ് പുള്ളി പറഞ്ഞു വെച്ചേക്കണത്. ആൻഡ് ഈ ആഴ്ച എനിക്ക് ലാലേട്ടൻ പറയണം എന്ന ആഗ്രഹമുള്ളൊരു കാര്യമാണ് ജാൻമണിയുടെ ശാപം. പക്ഷെ അത് പറയാതിരിക്കരുത്. ലാലേട്ടൻ അറിയില്ല, ചില സമയങ്ങളിൽ ഞാൻ കഴിഞ്ഞ ഇത്രയും കാലത്തിനിടയിലുള്ള ബിഗ് ബോസ് കണ്ടതിൻ്റെ ഒരു അനുഭവ വെളിച്ചത്തിൽ പറയാണ്, ചില സമയത്ത് ഇവരിതെല്ലാം നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി വിടും.
എന്നിട്ട് ഒരാവശ്യമില്ലാത്ത വിഷയമായിരിക്കും അവിടെ ചർച്ച ചെയ്യാൻ പോണത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും എൻ്റെ വീഡിയോസിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇവളുടെ വീഡിയോയിലോ എൻ്റെ വീഡിയോയിലൊക്കെ താഴെ കമൻറ്റ് വരുന്ന സമയത്ത് ഞാനും തന്തയ്ക്ക് വിളിക്കാറൊക്കെ ഉണ്ട്. അത് കുരു പൊട്ടി ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് പറയാറില്ലേ, ഞാൻ ഈ തെറിവിളി പരിപാടി ഇനി എന്തൊക്കെ ചെയ്താലും തെറിവിളി പരിപാടി മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആ നെഗറ്റീവ് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് എന്താ കാര്യം. ആൻഡ് അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത് കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കര എവിഡൻ്റ് ആയിട്ട് ഈ ആഴ്ചയിൽ വന്നൊരു വിഷയമാണ് ജാസ്മിൻ്റെ ബാപ്പ വിളിച്ചത് ആക്ച്വലി അവളെ സ്കോൾഡ് ചെയ്യാനാണെന്നുള്ളത്. ബൈ മിസ്റ്റേക്ക്. ഈ നമ്മളിത് പറയുമല്ലോ, നാക്കിന്ന് അറിയാതെ വഴുതി പോയി എന്നൊക്കെ പറയുമല്ലോ, അത് സംഭവിച്ചത്. ആൻഡ് ഇറ്റ്സ് വെരി എവിഡൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ സീസൺ ബിഗ് ബോസിൻ്റെയും ഇവരുടെ എൻ്റെ ക്രൂവിൻ്റെ കയ്യിൽ നിന്നും പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതോ ഇവർ ഇനി ഇങ്ങനെ എഡിറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോന്ന് അറിയില്ല. ഈ സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അത് അവരൊക്കെ ശ്രദ്ധിക്കണമായിരുന്നു. അറ്റ്ലീസ്റ്റ് എഡിറ്റിംഗ് ടീമെങ്കിലും ശ്രദ്ധിച്ച് നിങ്ങളുടെ ജെന്യൂനിറ്റി കുറച്ചും കൂടെ കീപ്പ് ചെയ്യണ്ടായിരുന്നോ? ദാറ്റ്സ് വാട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്. അല്ല, അതിലും കട്ടിങ് ഉണ്ട്. പിന്നെ എടാ, പല ക്യാമറകൾ വരുന്ന സാധനത്തിൽ ഇവർക്ക് വേണ്ട വിഷ്വൽസ് മാത്രമല്ല അവർ കട്ട് ചെയ്തെടുക്കുന്നല്ലോ. കം ഓൺ, തിങ്ക് ലൈക്ക് ആൻ എഡിറ്റർ. പിന്നെ അവർക്ക് വേറെ വഴിയില്ല, വേറെ ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. ജിൻഡോ ഉറങ്ങുന്ന കാണിക്കുമോ, അത് ജിൻഡോ ഭക്ഷണം കഴിക്കുന്നത് കാണിക്കും, അത് ഗബ്രി അപ്പുറത്ത് നിന്നിട്ട് മറ്റേ ജാസ്മിനെ ഉമ്മ യൂ. ആൻഡ് ഐ ഫീൽ ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ എനിക്കത് കുറച്ചും കൂടെ ആപ്റ്റായിട്ട് ഫീൽ ചെയ്തത്, ഇത് ഭയങ്കര വലിയൊരു അലിഗേഷനാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കിത് കുറച്ചും കൂടെ ആപ്റ്റായി തോന്നിയത് ജാസ്മിനും ഗബ്രിക്കുമാണ്. ബിക്കോസ് അവർക്കറിയാം ഇതൊരു പ്ലാറ്റ്ഫോം, ഈ പറയുന്ന പോലെ ഒരുപാട് പേര് കാണുന്ന ഒരു പ്ലാറ്റ്ഫോം ആണെന്നറിയാം. എന്നിട്ടും അവരുടെ ഫ്രസ്ട്രേഷൻ അവർക്ക് പിടിച്ചടക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഉമ്മവക്കലും കടിയും പിടിയും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അവരവിടെ വൾഗറായിട്ട്. ഞാൻ പ്രേമിച്ച് കെട്ടിയ ഒരാളാണ്. ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾക്കൊന്നും എതിരല്ല. നമ്മൾ പബ്ലിക്കിൽ പോയി നമുക്ക് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എല്ലാത്തിനും ലിമിറ്റേഷൻ നമ്മൾ കാണിക്കുന്നതിനാണെന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. ചില ആൾക്കാർ ഭയങ്കര ടച്ച് ആണ്, ഓവർബോർഡാണ്. ബേസിക്കലി ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഞാനിങ്ങനെ തൂങ്ങി ഇരിക്കുള്ളൂ. അത് എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ ഇവരുടെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് ഫ്രം ദ ഡേ വന്ന് കയറി ഉടനെ ഇതൊക്കെ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയേ. അത് മാത്രമല്ല, ഹെൻസ് പ്രൂവ്ഡ് എന്ന് പറയുന്ന പോലെയാണ്. ബെസ്റ്റി എന്ന് പറയുമ്പോൾ ഇതാണെന്നുള്ള ഒരു തോട്ട്. ബെസ്റ്റി എന്ന് വിളിക്കാൻ മാത്രമുള്ള സമയമൊക്കെ ഇവർ തമ്മിലായോ. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ മാനദണ്ഡം ഒന്നും വെക്കാൻ പറ്റില്ലല്ലോ. ഒരാളെ ഫ്രണ്ട്ഷിപ്പ് തോന്നുന്നതിന് മാനദണ്ഡം ഒന്നും വെക്കാൻ പറ്റത്തില്ല. പക്ഷേ എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ബെസ്റ്റി ആണെന്നുണ്ടെങ്കിലും ഇത്രയും ഫ്രസ്ട്രേഷൻ എന്താണ്? ഇവർക്ക് കടിക്കാതിരിക്കാൻ വയ്യ, ഇവർക്ക് കൈവച്ച് പിടിക്കാതിരിക്കാൻ വയ്യ. ചെയ്തോട്ടെ, നമുക്കിത് കാണുന്നതിന് നമ്മൾ ഇത്രയും സീസൺസ് കണ്ടു വന്നിട്ടുണ്ട്. ഇതിന് കൂടുതൽ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഹിന്ദിയിലൊക്കെ വൻ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ ഇവർ. ഇതല്ല എന്നുണ്ടെങ്കിൽ ആരെയെങ്കിലും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ഗബ്രി വാതുറക്കും. ഗബ്രി ആണെങ്കിലും ഒരു എനിക്ക് നല്ല ദേഷ്യം വരുന്നത്. കാണാൻ കുഴപ്പമില്ല, ഒരു ആക്ടർ മെറ്റീരിയൽ ഒന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സപ്പോർട്ടീവ് ആക്ടറൊക്കെ ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താ സീരിയലിന് എന്താ കുഴപ്പം? മലയാള ഏറ്റവും കൂടുതൽ സ്വഭാവം വെച്ചായിരിക്കും കുടുംബം കലക്കാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളാണെന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു സംസാരം. പിള്ളേരെ കാണിക്കരുതെന്നും പറയും. അതിന് പറ്റിയതാ. അങ്ങനൊന്നും പറയില്ല, അങ്ങനൊന്നും ഇല്ല കേട്ടോ. അത് അവളുടെ അഭിപ്രായം മാത്രമാണ്. സോ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞു വന്നത് ഈ ആഴ്ചയെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ റിവ്യൂ ഒക്കെയാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരമാണ് ആക്ച്വലി പറഞ്ഞത്, നമ്മുടെ ഒപ്പീനിയൻസ് ആണ് പറഞ്ഞത്. നിങ്ങൾക്കും പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട്. ആരെയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തത് എന്ന് പറയുക. ഇഷ്ടമുള്ളത് നമുക്ക് അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നിങ്ങൾ വോട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ 2 ദിവസത്തേക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. സോ ഇനി മൺഡേ മുതലല്ലേ വോട്ടിംഗ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വോട്ട് കൊടുക്കുക. ഞാൻ വോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണും, ഞാൻ വോട്ട് കൊടുക്കും. നാളെ നീ ജിൻഡോയുടെ ഡാൻസ് ഉണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ലല്ലോ. ഇനി ജിൻഡോയുടെ ഡാൻസ് അല്ല, ഈ വർഷം എന്താണ് ലാലേട്ടന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടൻ നല്ല രീതിയിൽ ചട്ടപ്പട്ടാന്ന് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്. ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട് ലാലേട്ടൻ ഒരു സൈഡ് പിടിച്ച് സംസാരിക്കുകയാണല്ലോ എന്നുള്ളൊരു ഫീലൊക്കെ എനിക്ക് മുൻ സീസണുകളിൽ പല സമയത്തും തോന്നിയിട്ടുണ്ട്. നേരത്തെ സീസണിലൊക്കെ ലാലേട്ടനെ കുറച്ചുകൂടെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. കാരണം സിനിമ ഫീൽഡിൽ നിന്നൊക്കെ ഒരു കണ്ട് പരിചയങ്ങളുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇത്തവണ എല്ലാത്തിനും ചറപ്പറ വാരിയിട്ട് കൊണ്ട് കൊടുക്കുക. സോ ഇൻ ബിറ്റ്വീൻ നമുക്ക് നമ്മുടെ ഐഫോൺ ചെറിയ പണി തന്നു. ബട്ട് എനിവേസ്, അപ്പോൾ നമ്മുടെ പോയിന്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദി എൻ്റയർ എപ്പിസോഡ് ഇസ് ട്രൈങ് ടു സേ ഈസ് ലൈക്ക് ഈ ആഴ്ചത്തെ എൻ്റയർ ബിഗ് ബോസും
സീസൺ 6 ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒന്നും തന്നില്ല എന്നുള്ളതാണ് ഭയങ്കര സങ്കടം ജനിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. അതിനെ ഈ വരുന്ന കണ്ടസ്റ്റൻസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാത്തതാണോ അതോ ഇനി അവർക്ക് അറിയാത്തത് കൊണ്ടാണോ എന്താണോ മൊത്തത്തിൽ നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ഇവരെല്ലാരും ഇപ്പൊ ഈ പറയുന്ന വന്നേക്കുന്ന ആൾക്കാരെല്ലാരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പുറത്തുനിന്നുള്ള ആ ഒരു ലൈഫും സാധനം എല്ലാം മാറി ഈ വീട്ടിനകത്ത് കൂട്ടിട്ട് 30 സെക്കൻഡ്സും ലോങ് ഫോർമാറ്റ് വീഡിയോ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് പോലെ അല്ല ബിഗ് ബോസിൽ വന്നാൽ എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ കയ്യിൽ നിന്നെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഫോർ സം ബ്യൂട്ടി വ്ളോഗേഴ്സ്, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് സെലിബ്രിറ്റി ട്രെയിനർ, അങ്ങനെ കുറേ എണ്ണങ്ങളുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഈ ആഴ്ചയും ഒന്നും ഇഷ്ടപ്പെടാനില്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ സങ്കടം ജനിപ്പിക്കുന്നതായിട്ടുള്ളൊരു കാര്യം. സോ നിങ്ങൾക്ക് ഈ സീസൺ ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എല്ലാം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. കാരണം പുതിയ ചാനലാണ്, കയറി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സോ വി നീഡ് യുവർ സപ്പോർട്ട്. താങ്ക് യു. സീ യു അഗൈൻ.